റവ ഇഡലി തയ്യാറാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡലി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് നമുക്ക് റവ ഇഡലിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വറുക്കാത്ത റവയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താളിക്കുന്ന സമയത്ത് കടുകൊക്കെ താളിച്ചെടുക്കുമല്ലോ, ആ സമയത്ത് റവയും കൂടി ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ ഇത് 1 കപ്പ് ഉണ്ട്. പിന്നെ 1/2 കപ്പ് തൈര്, നല്ല കട്ടി തൈര് എടുക്കുക, അധികം പുളിയില്ലാത്ത എടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഒരു 1/4 കപ്പൊക്കെ എടുക്കാം. എനിക്ക് അധികം ക്യാരറ്റ് ചേർക്കുന്നത് ഇഷ്ടമില്ല, റവയുടെ ടേസ്റ്റ് കൂടി നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തത്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ മല്ലിയില വരും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് ഒന്ന് വറുത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കശുവണ്ടി അല്ലെങ്കിൽ കാഷ്യൂനട്ട് വേണം. ഇത് ഞാൻ കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരും. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം, എത്ര വേണമെന്ന് വെച്ചാൽ. പിന്നെ അല്ലാതെ ഞാൻ മുറിക്കാതെ ഫുള്ളായിട്ട് ഒരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കായമാണ്, ഒരു വലിയ പിഞ്ച് കായം വേണം. പിന്നെ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. പിന്നെ താളിക്കുന്നതിന് വേണ്ടിയിട്ട് കടുക്, 1 ടീസ്പൂൺ കടുക് വേണം. 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. പിന്നെ കുറച്ച് നെയ്യ് വേണം, ആവശ്യത്തിന് എണ്ണ വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ നമുക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എത്രയാണ് കറക്റ്റായിട്ട് ചേർക്കുന്നതെന്നുള്ളത് മാവ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് പറയാം. പിന്നെ നമുക്ക് ഈ റവ ഇഡ്ഡലി തയ്യാറാക്കാം. ഇപ്പോൾ ഒരു പാൻ വയ്ക്കാം, അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ചേർക്കാം. നിങ്ങൾക്ക് നെയ്യ് മാത്രം അല്ലെങ്കിൽ എണ്ണ മാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഇഡ്ഡലിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് കശുവണ്ടി ചേർക്കാം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കശുവണ്ടി ചേർക്കുവാണ്. ആദ്യം ഞാനിപ്പോൾ ചെറുതായിട്ട് മുറിച്ച കശുവണ്ടിയാണ് ചേർക്കുന്നത്. ഇതിനി ഒന്ന് ബ്രൗൺ നിറാവുന്നത് വരെ വറുത്തെടുക്കാം. നമ്മൾ എപ്പോഴും റവ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ ഈ കശുവണ്ടി ഒന്നും ഇങ്ങനെ വറുത്ത് ചേർക്കണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇഡ്ഡലി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ താളിക്കുന്നത് മാത്രം ചെയ്താൽ മതി. വല്ലപ്പോഴും നമ്മൾ കശുവണ്ടിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നിറം നന്നായിട്ടൊന്ന് മാറുന്നത് വരെ നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറം നന്നായിട്ട് മാറിയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലോട്ട് നമ്മൾ വേറെ ഒരു 10 കശുവണ്ടി എടുത്ത് വെച്ചിട്ടില്ലേ, മുറിക്കാത്തത്, അത് ചേർക്കാം. അതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഈ കശുവണ്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് താളിക്കുന്നത് റെഡിയാക്കാം. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. അതിനകത്തേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർക്കാം. ഞാൻ ആദ്യം എടുത്ത എണ്ണയും നെയ്യും തന്നെയാണ്, പിന്നെ കൂടുതൽ ഞാൻ ചേർത്തിട്ടില്ല. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി ഇതിനകത്തേക്ക് ക്യാരറ്റും പച്ചമുളകും ചേർക്കാം. കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വറുക്കാത്ത റവയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് റവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇത് മതിയാവും. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് സ്റ്റൗ ഒന്ന് മാറ്റാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത റവ ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. 1/2 കപ്പ് തൈര് ചേർക്കാം. മല്ലിയില ചേർക്കാം. പിന്നെ നമ്മൾ താളിച്ച് വെച്ചത് ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു വലിയ പിഞ്ച് കായം ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ തൈര് ചേർത്തിരിക്കുന്ന കാരണം ഈ മാവ് നന്നായിട്ടൊന്ന് നനഞ്ഞു വരും. അപ്പോൾ ആ പരുവം നോക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല.
ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മുടെ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ റവ ഇഡലിയിൽ ചിലർ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഈനോ സോൾട്ട് ഉപയോഗിക്കും. ഈനോ സോൾട്ട് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് സിട്രിക് ആസിഡും കൂടി ചേർന്ന സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റവ ഇഡലി കൂടുതൽ നല്ലതാവും എന്നാണ് പറയുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന റവ ഇഡലി ഈനോ സോൾട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ നല്ല സോഫ്റ്റും പിന്നെ കുറച്ചും കൂടി നല്ല ടെക്സ്ചറും ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഈനോ സോൾട്ട് എടുക്കുക. ബേക്കിംഗ് സോഡയ്ക്ക് പകരം അതെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിലായില്ലേ? ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത വെള്ളം എന്ന് പറയുന്നത് 1/2 കപ്പിനേക്കാളും 2 ടീസ്പൂൺ കുറവാണ്. പക്ഷെ ആ 2 ടീസ്പൂൺ നമുക്ക് പിന്നെ വേണ്ടി വരും. അതെപ്പോഴാണെന്ന് ഞാൻ പറയാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കശുവണ്ടി ചേർക്കാം. ചെറുതായിട്ട് മുറിച്ച കശുവണ്ടി റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്, അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാവ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇഡലി തട്ടൊക്കെ നെയ്യൊക്കെ തേച്ച് റെഡിയാക്കി എടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇതിനകത്തോട്ട് നല്ലോണം വെള്ളം പിടിക്കും. കാരണം റവ ആയതുകൊണ്ട്. അപ്പോൾ മാവ് കുറച്ചും കൂടി കട്ടിയാവും. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മാവ് റെഡിയാണ്. ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഡലി തട്ടൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. വളരെ കുറച്ച് മതി കേട്ടോ. നമ്മുടെ സാധാരണ ഇഡലി പോലെയും ഒട്ടിപ്പിടിക്കത്തില്ല, പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് നെയ്യ് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇതിൽ ഓരോന്നിലും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കശുവണ്ടി ഉണ്ടല്ലോ, ആ ഫുൾ കശുവണ്ടി മുറിക്കാത്തത്, അത് വെക്കാൻ പോവാണ്. ഓരോന്നായിട്ട് വെക്കാം. 10 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 10 ഇഡലി ഉണ്ടാവും. നമുക്ക് ഇതിനകത്തേക്ക് മാവ് ഒഴിക്കാം. ഇപ്പം ഈ മാവിൻ്റെ പരുവം കണ്ടോ, കുറച്ചും കൂടി കട്ടിയായില്ലേ? അപ്പോൾ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ കറക്റ്റ് ആ ഇഡലി മാവിൻ്റെ പരുവത്തിലാവും. അപ്പോൾ ഇത് മതിയാവും. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു വെച്ചു. ഇതിനെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മുടെ ഇഡലി തട്ട് ഇറക്കി വെക്കാം. ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇഡലി റെഡി ആവുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു ചട്നി തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ബൗളിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. അതിൻ്റെ കൂടെ 2 ചെറിയ ഉള്ളി അതും ചേർത്ത് കൊടുക്കാം. ഞാനെപ്പോഴും ഈ റവ ഇഡ്ഡലിക്ക് തയ്യാറാക്കുന്ന ചട്നിയാണിത്, വറ്റൽമുളകൊക്കെ ചേർത്തിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചേർക്കാം. ഇതൊരു 10 കടലപ്പരിപ്പേ ഉണ്ടാവുള്ളൂ, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 3 വറ്റൽമുളകും ചേർക്കാം. മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം, പക്ഷേ വറ്റൽമുളകിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ടിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിയാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുവാണ്. ഇത് വീണ്ടും ഇത് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാണ്. ഇത് കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ. ഈ റവ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കടുക് താളിച്ചൊഴിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ഇത് കണ്ടോ, ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് വരണം ഇതുപോലെ. അപ്പോൾ ഇഡ്ഡലി റെഡിയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി തട്ടുന്ന മാറ്റാം. നമ്മുടെ ഇഡ്ഡലി ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലി തട്ടുന്ന മാറ്റാം. ഇത് പെട്ടെന്ന് ഇളകി വരും, താഴെ ഒട്ടിപ്പിടിക്കില്ല. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ ഇഡ്ഡലിയും ഇളക്കിയെടുക്കാം. നമ്മൾ താഴെ വെച്ച കശുവണ്ടി കണ്ടോ, ശരിക്കും ഇത് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഭംഗിക്കും പിന്നെ കൂടുതൽ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ റവ ഇഡ്ഡലി റെഡിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഉണ്ടോ, ഞാൻ എപ്പോഴും ഇഡ്ഡലി ഈനോ സോൾട്ട് ഒന്നും ഇല്ലാതെ ബേക്കിംഗ് സോഡ മാത്രം ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാറുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഈ ചുവന്ന ചട്നിയും കൂടെ ആയിക്കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.